കൊഴിഞ്ഞുപോക്ക് ആശങ്കയിലാണ് ആം ആദ്മി പാർട്ടി. രാഘവ് ഛദ്ദ ഉൾപ്പെടെയുള്ള എംപിമാർക്ക് പിന്നാലെ പഞ്ചാബിലെയും ദില്ലിയിലെയും MLA-മാരും പാർട്ടി വിടുമോ എന്നതാണ് ആശങ്ക. 22 MLA-മാരുള്ള ദില്ലിയിൽ 15 പേർ BJP-യിൽ ചേർന്നേക്കുമെന്നുള്ള അഭ്യൂഹമാണ് ഇപ്പോൾ ഉയരുന്നത്. കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഉടൻ അടിയന്തര യോഗം ചേരും. അതേസമയം പാർട്ടി വിട്ട 7 എംപിമാരെ വിമർശിച്ച് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ രംഗത്തെത്തി. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ വലിയ നീക്കമാണ് BJP-യുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. രാജ്യസഭയിൽ BJP-യുടെ അംഗബലം ഉയർത്തുക എന്നുള്ളതാണ്. അതുവഴി പല തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ രാഘവ് ഛദ്ദയുടെ നേതൃത്വത്തിൽ MPമാർ മുന്നോട്ട് പോകുമ്പോൾ അതിൽ കൂറുമാറ്റ നിരോധന നിയമം പോലും ബാധിക്കാത്ത രീതിയിലാണ് കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ MLA-മാരെയും ആ രൂപത്തിൽ ചാക്കിട്ട് പിടിച്ചു കഴിഞ്ഞു എന്നുള്ള സൂചനകളാണോ? അത്തരത്തിൽ നിലപാട് മാറ്റുന്ന MLA-മാരാര് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ടോ അഭിനന്ദ്? സ്മൃതി, അങ്ങനെയുള്ള സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. രാഘവ് ഛദ്ദയുടെ നേതൃത്വത്തിൽ 7 രാജ്യസഭാ MPമാരാണ് ഇന്നലെ പാർട്ടിയിൽ നിന്നും പുറത്തുപോയി BJP-യിൽ അംഗത്വം സ്വീകരിച്ചത്. പ്രധാനപ്പെട്ട മുഖം തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഘവ് ഛദ്ദ. അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. ഹർഭജൻ സിംഗ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ അടർത്തിയെടുത്താണ് ഇത്തരത്തിലേക്ക് BJP-യിലേക്ക് പോയിരിക്കുന്നത്. സ്വാതി മലിവാളും രാഘവ് ഛദ്ദയും ഒക്കെ പാർട്ടി വിടുമെന്ന് നേരത്തെ തന്നെ ചർച്ചകളുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വലിയൊരു അങ്കലാപ്പ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു. പക്ഷേ സഞ്ജയ് പഥക് എന്നത് അവരുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. പഞ്ചാബിലും ദില്ലിയിലുമൊക്കെ ആധിപത്യമുള്ള നേതാവ് ഈ പാർട്ടി വിട്ടത് അങ്ങേയറ്റം ഞെട്ടിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം. ഇപ്പൊ പുതിയ വിവരങ്ങൾ അനുസരിച്ച് 22 MLA-മാരാണ് ദില്ലിയിലുള്ളത്. 22 പേരിൽ 15 പേരെ കൂടി അടർത്തിയെടുത്ത് BJP-യിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് രാഘവ് ഛദ്ദയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഒപ്പം തന്നെ പഞ്ചാബിൽ 97 സീറ്റുകളിൽ 60 MLA-മാർ കൂടി ഇപ്പോൾ BJP-യിലേക്ക് അംഗത്വം എടുക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരമായി. ചർച്ചകളൊക്കെ തന്നെ വലിയ തിരിച്ചടിയാണ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകുന്നത്. ആം ആദ്മി പാർട്ടിയുടെ യോഗം അടിയന്തരമായി ചേരാനിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടിയാണ്.